ഈ ദുനിയാവിന്റെ അണിഞ്ഞൊരുങ്ങുകളും മണവാട്ടിയെ പോലെയുള്ള സന്ദേശങ്ങളും ഉപരികളെ വഞ്ചിതരായില്ല. നമ്മൾ നേരെ മനസ്സിലാക്കി നമ്മൾ വിചാരിക്കുന്ന റോഡില്ലാത്ത മുഴുവൻ നാട്ടിലേക്ക് മാത്രമല്ല, എല്ലാവർക്കും സമ്പർക്കില്ല. എന്തെങ്കിലും ഒരു കഷ്ടപ്പാട് പോകുമ്പോഴേ ഖത്തറിലേക്കോ സൗദിയിലേക്കോ അവിടെ ചെന്നിട്ട് മണിമാളികളും അതിലേക്ക് പോയി സുഖലോലുവന്മാരായിട്ട് ഈ പോയി നമുക്ക് മനസ്സിലാക്കാൻ എന്തായോ പരലോക ചിന്ത അർപ്പിക്കുന്ന കാഴ്ചകളാണ്. പരലോക കാഴ്ചകൾ ഒഴുകുന്നത് നമ്മൾ അതാണ് നമ്മൾ ഭയപ്പെടേണ്ടത് ഏറ്റവും വലിയ കാര്യം. രണ്ടാമത്തെ പ്രാർത്ഥന എന്തായിരുന്നു? മദീനയിൽ എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് എന്റെ പ്രവാചകന്റെ കൂടെ എനിക്ക് രണ്ടാമത്തെ ഒന്നാമത്തെ ആഗ്രഹം അദ്ദേഹം മരണക്കടിയിൽ കിടക്കുന്ന സമയത്ത് അബ്ദുള്ളനെ വിളിച്ച് സ്വന്തം കുട്ടിനെ വിളിച്ചു, അബ്ദുള്ള കാരണം ആയിഷാബിയോട് എന്റെ ജനാസ മറമാടാൻ എന്റെ പ്രിയപ്പെട്ട പ്രവാചകന്റെ അടുത്ത് എനിക്ക് വേണം, അത് ആയിഷാബി സമ്മതം എന്നാലേ വെച്ചുള്ളൂ. അതാണ് അവസാന കാര്യം. അപ്പൊ അദ്ദേഹം കത്ത് കൊടുക്കാൻ എന്ന് പറയണത് ഉമറുൽ ഖത്താബ് എന്ന് പറഞ്ഞാൽ കാരണം ഞാൻ ഉമറുൽ ഖത്താബാണ്. മനുഷ്യന്റെ മരണത്തിന്റെ ഭാര്യ നാട്ടിലാണ്. കലാപകാരികൾ അദ്ദേഹത്തിന്റെ വീട് വളരുകയും പുറത്തേക്കിറങ്ങാൻ വെള്ളം കുടിക്കാൻ പോലും ഉപകാരന് വേണ്ടി വെള്ളം അന്വേഷിച്ച് വെള്ളം കിട്ടിയില്ല. അവസാനം വെള്ളം കിട്ടിയപ്പോൾ ഭാര്യയോട് ചോദിച്ചു, സമയം എത്രയായി? സുഖരിയാണെങ്കിൽ എനിക്ക് നോമ്പെടുക്കും. അങ്ങനെ നോമ്പുകാരനാണ് കിനാവ് കണ്ടവൻ എന്നെയാണ്. ആ വാക്യം ചോദിച്ചു, വേണമെങ്കിൽ കലാപകാരികളോട് ഏറ്റുമുട്ടി വിജയം വരിക്കാനുള്ള അതല്ല, എന്റെ കൂടെ നോമ്പ് തുറക്കാനാണോ ആഗ്രഹിക്കുന്നത്? ഇതാ വെള്ളം എന്ന് പറഞ്ഞു. വെള്ളം, എനിക്ക് നോമ്പ് തുറക്കാനുള്ള വെള്ളം എന്റെ ഹബീബായ റസൂൽ എനിക്ക് തരുന്നു എന്ന് ഞാൻ കണ്ടു. അങ്ങനെ മരിക്കുമ്പോഴാണ് സത്യത്തിൽ വിശ്വാസികളെ, നിങ്ങൾ എന്തിനു ഭയപ്പെടണം? നിങ്ങൾ എന്തിനു ദുഃഖിക്കണം? നിങ്ങൾ എന്റെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിച്ചവരും മുസ്ലിങ്ങളായ ആളുകളും ഒരു ദുഃഖവും വേണ്ട. നിങ്ങളെ വിളിക്കുന്നത് ഞാനാണ്. നിങ്ങൾക്ക് എന്താണ് ഞാൻ വിളിക്കുന്നത്? ഒരു മനസ്സിൽ വിധിക്കാത്ത ഭാവനക്ക് അതീതമായ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് തരാം. ഇത് പോരണമെന്നല്ല, ഇങ്ങോട്ട് വരൂ, ഇങ്ങോട്ട് പോരൂ. ഇതിന്റെ വലിയാവിന്റെ എല്ലാ വിഷമങ്ങളും കഷ്ടപ്പാടുകളും അവസാനിച്ചു. എല്ലാ സജ്ജീകരണങ്ങളും എല്ലാ വിഷമങ്ങളും സമാപിച്ചു. ഇങ്ങോട്ട് പോരുകയും നിന്നെ പോറ്റി വളർത്തിയ, നിന്നെ സൃഷ്ടിച്ച, നിന്റെ ആത്മാവ് പൂജിയ, നിന്നെ വളർത്തിക്കൊണ്ടുവന്ന, നിന്നെ എത്രമാത്രം വർഷമാത്രം ഞാൻ എനിക്ക് ഇഷ്ടമാണ്
فيها ما تشتهيه ولكم فيها ما تدعون നിങ്ങൾക്ക് ഇവിടെ ഉദ്ദേശിക്കുന്നതെല്ലാമല്ലോ സലാമിന്റെ അലൈക്കും അള്ളാഹുവിന്റെ മാലാഖമാര് സലാം പറയുന്ന അവസ്ഥ എന്തൊരു അത്ഭുതമായി അത് കിട്ടിയാണ് വലിയ വലിയ പ്രചരണമാരും എങ്ങനെയുണ്ട് പ്രിയപ്പെട്ട ഇദ്രീസ് മുഹമ്മദ് ഷാഫി എന്ന ആളുകൾ ചോദിച്ചു പറഞ്ഞു അസ്ബഹതു ഫി ദുനിയാ റാഹിലൻ വലിൽഇഖ്വാൻ മുഫാരിഖാ വലികത്തിൽ മനിയത്തി ശാരിബൻ വഅല അല്ലാഹി വാരിദാ വലാ അദ്രി അർജു മിന الجنان ഔ മിന الجنة നേരത്തെ വസിയത്ത് ഇമാം ഷാഫി എന്ന് പറഞ്ഞ ആരാധന അമല് കൊണ്ട് എത്ര കഷ്ടപ്പെട്ട ആളുകൾ അദ്ദേഹം മരണ സമയത്ത് അദ്ദേഹത്തിന്റെ അടുത്ത് വന്ന ആളുകൾ ചോദിച്ചു എങ്ങനെയുണ്ട് ഇമാം അദ്ദേഹം പറഞ്ഞു എന്റെ പ്രിയപ്പെട്ട ചങ്ങാതിമാരും തിരിയാനുള്ള സമയമായി മാത്രോ മരണത്തിന്റെ കോപം ബാക്കിയാണ് അതൊക്കെ സഹിക്കുക ദുനിയാവിന് എന്തുണ്ടായാലും നമുക്ക് പടച്ചുകൊണ്ടുവരാൻ അടുക്കൽ ഞാൻ എത്തേണ്ട സമയമാണ് അതുകൊണ്ട് ഞാൻ സ്വർഗത്തിലേക്കാണോ നരകത്തിലേക്കാണോ നോക്കണം എനിക്കറിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് വേവലാതെ അങ്ങനെ വേവലാതും ആവലാതും ആൾക്കാർ ഈ ദുനിയാവിന്റെ പ്രവാസ ജീവിതത്തിലെ സുഹൃത്തുക്കളോട് പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത് ഏതെങ്കിലും അറബികൾ കാണാതെയാണ് നമ്മളിവിടെ നമസ്കരിക്കുന്നത്. നമുക്ക് ബിസിനസിനെ പറ്റി, കച്ചവടത്തിനെ പറ്റി, ബാങ്കിനെ പറ്റി, സെബീലിനെ പറ്റി നമുക്ക് അവതാരം പോലത്തെ ഒരു ചാൻസില്ല. അതുകൊണ്ട് അതേ നമ്മുടെ ആളുകൾ ആ സമാജത്തിൽ ഒഴിവാക്കി ഈ പരലോകത്തിനെ പറ്റി പറയുന്ന ആയത്തുകളൊക്കെ ഓതി ഒന്ന് കരയാനുള്ള കൽപ്പ് നമുക്കില്ലെങ്കിൽ സഹോദരങ്ങളെ നാളെ പരലോകത്ത് നമ്മളെ കഷ്ടപ്പെടും. ഒരു ബന്ധവുമില്ല. ആരാധനകളുടെ വാക്കുകൾ ഭയപ്പെടേണ്ട. ഞങ്ങൾ ദുനിയാവിനോട് സുഹൃത്തുക്കളായിരുന്നല്ലോ, പരലോകത്തോട് ഞങ്ങൾ പലർക്കും നിങ്ങൾക്കിതാ അള്ളാഹു നിങ്ങൾക്ക് സ്വർഗം അവിടെ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നതെല്ലാം ഉണ്ട്. എന്നിട്ട് അള്ളാഹു മനസ്സിൽ പറയുന്നുണ്ടാന്നറിയോ, എല്ലാ പാപങ്ങളും ഓർക്കുക, നിങ്ങളുടെ പടച്ചിറമ്പുരാന്റെ വിരുന്നാണ്, ഞങ്ങളുടെ വിരുന്നല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ സമാധാനപ്പെടുത്തി ജീവിക്കപ്പെടുന്ന അള്ളാഹുവിന്റെ സ്വാധീനങ്ങളും സമ്മേളിക്കപ്പെടുന്ന സ്വർഗത്തിന്റെ ഏറ്റവും ഉന്നതമായ നമ്മളെ